ശ്രീമതി KP ശശികല ടീച്ചർ ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാരും നമ്മുടെ തിരുവിതാംകൂർ നമ്മുടെ ദേവസ്വം ബോർഡുകളും കൈക്കലാക്കുകയാണ്. ഭക്തരുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന നിലപാട് അവർ ആവർത്തിക്കുകയാണ്. ഇവിടെ വൈക്കം മഹാദേവ ക്ഷേത്രഭൂമിയിലെ വ്യാപക കയ്യേറ്റമാണിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്ഷേത്രഭൂമി രേഖകളിൽ റവന്യൂ പുറമ്പോക്കാക്കി കയ്യേറ്റത്തിന് കൂട്ടുനിന്നിരിക്കുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും. 2023 ഡിജിറ്റൽ സർവേയിലാണ് ഈ ക്ഷേത്രഭൂമി റവന്യൂ പുറമ്പോക്കാക്കി മാറ്റിയത്. എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? ഇത് കേൾക്കുന്ന ആർക്കും അത്ഭുതം തോന്നില്ല. കാരണം ഭഗവാനെ തന്നെ അടിച്ചു മാറ്റാൻ മടിയില്ലാത്ത ദേവസ്വം ഭരണാധികാരികള് ഭഗവാന്റെ സ്വത്ത് മറ്റുള്ളവർക്ക് ആക്കി കൊടുക്കില്ല എന്നൊന്നും ആരും വിശ്വസിക്കില്ല. ഇതിപ്പോ കേവലം ഒരു വൈക്കം ക്ഷേത്രത്തിന്റെ മാത്രമല്ല, ഹെക്ടർ കണക്കിന് ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയാണ് ദേവസ്വം ബോർഡിന്റേതായി അന്യാധീനപ്പെട്ടു പോയിരിക്കണം. ഹൈന്ദവ സമാജത്തിന്റെ സമ്പത്താണ്. ഒരു പരിധി പറഞ്ഞ ഭഗവാന്റെ ദേവന്റെ മാത്രം സ്വത്താണ്. അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ദേവസ്വം ബോർഡ് ചുമതല ഏറ്റെടുക്കുന്നത്. അവരിതിന്റെ ട്രസ്റ്റിമാരാണ്, ഇത് സംരക്ഷിക്കേണ്ടവരാണ് അവര്. പക്ഷേ അവര് അനാസ്ഥ കൊണ്ടോ അതോ അല്ലെങ്കിൽ അമിതമായ ശ്രദ്ധ കൊണ്ടോ, ചില കാര്യങ്ങളിലുള്ള അമിതമായ ശ്രദ്ധ കൊണ്ടോ ഇതെല്ലാം അന്യാധീനപ്പെട്ടു പോകുന്നു. എത്രയോ സ്ഥലങ്ങളിൽ അവര് കേസ് തോറ്റു കൊടുക്കുന്നു. എത്രയോ അനുഭവം നമുക്കുണ്ട്. ആരെങ്കിലും ഭക്തജന സംഘടനകളോ ഹൈന്ദവ സംഘടനകളോ ഉത്സാഹിച്ച് കേസ് കൊടുത്താൽ അത്തരം കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചെന്ന് വളരെ ബോധപൂർവം തന്നെ കേസ് തോറ്റു കൊടുക്കുന്നു. ഇനി അതല്ല, ജയിച്ചാൽ തന്നെ അതിന്റെ വിധി നടപ്പിലാക്കി എടുക്കുന്നില്ല. കാരണം സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, കാട്ടിലെ മരം തേവരുടെ ആന വലിയതാ വലിയ എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ദേവസ്വം ബോർഡുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മതി. ഈ ഭൂമി അത്ര ഡിജിറ്റൽ സർവേയിൽ ഇത് പല ഭാഗത്തും നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ക്ഷേത്രഭൂമി പുറമ്പോക്കായി മാറ്റുകയും ആ പുറമ്പോക്ക് അങ്ങനെ സർക്കാരിലേക്കോ അതും അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് കയ്യേറ്റം ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്കോ മാറ്റി കൊടുക്കുന്നു. 2 വർഷം മുന്നേ മലപ്പുറം ജില്ലയിൽ ഇതുപോലെ ക്ഷേത്രഭൂമി കൈവശമുള്ളവർക്ക് പട്ടയം കൊടുക്കാനുള്ള ഒരു ശ്രമം നടന്നു. അത്തരത്തിൽ അവർ നോട്ടീസ് വരെ ഇറക്കി. ക്ഷേത്രഭൂമി കൈവശമുള്ളവർക്ക് അത് പട്ടയം പതിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം. അന്ന് ഹൈന്ദവ സംഘടനകളാണ് അതിനെ എതിർത്തത്. അപ്പോ ഇത് കണ്ണിൽ എണ്ണയൊഴിച്ച് ഹൈന്ദവ സംഘടനകൾ കാത്തിരുന്നിട്ടും അതിന്റെ ഇടയിലൂടെ ഈ മോഷണം നടത്തുന്നു. ലോകത്തുള്ള സർവമാന ചാനലുകളും കണ്ണു തുറന്നു വെച്ചിരിക്കുന്ന ശബരിമലയിൽ നിന്ന് പരസ്യമായി സാധനങ്ങൾ അഴിച്ചെടുത്ത് കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് മോഷ്ടിക്കാവുന്നവർക്കാണോ ഇത്തരത്തിൽ രേഖകളെ കൃത്രിമം കാട്ടിക്കൊണ്ട് ഭൂമിയൊക്കെ നഷ്ടപ്പെടുത്താൻ പറ്റാത്തത്? അപ്പൊ ആർക്കൊക്കെയോ വേണ്ടി ആരിൽ നിന്നൊക്കെയോ അച്ചാരം പറ്റി ഭൂമി നഷ്ടപ്പെടുത്തുകയാണ്. നമുക്ക് ഭൂപരിഷ്കരണം കഴിഞ്ഞപ്പോൾ തന്നെ ഭൂപരിഷ്കരണം, വനനിയമം, ഇത് രണ്ടും വന്നപ്പോൾ തന്നെ ക്ഷേത്രങ്ങളുടെ ധാരാളം ഭൂമി നമുക്ക് നഷ്ടപ്പെട്ടു. അതിന് ശേഷം ബാക്കിയുള്ളതാണ് ക്ഷേത്രങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് ഇപ്പൊ ഈ പറയുന്നത്. അതായത് ഭൂപരിഷ്കരണത്തിൽ പോയതോ വനനിയമത്തിൽ പോയതോ ഒന്നുമല്ല പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് ക്ഷേത്രങ്ങളുടേതായ ഭൂമിയാണ് ഇന്നിപ്പോ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ കേരളത്തിലൊന്നും ചിന്തിച്ചു നോക്കാം. നമ്മൾ അനാവശ്യമായി ഹൈന്ദവ സമൂഹത്തെ കോടതിയിലേക്ക് നയിക്കുന്നത്. കേരളത്തിൽ എത്ര ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ കേസ് നടക്കുന്നത്? ഭൂമിയുമായി ബന്ധപ്പെട്ട് കേസ് നടത്തുന്നു. ഇതിന് ദേവസ്വം ബോർഡിന്റെ ആളുകൾക്ക് അവരുടെ കയ്യിൽ നിന്ന് 5 പൈസ പോകുന്നില്ല. അവരുടെ അനാസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അഴിമതി കൊണ്ടാണോ തോറ്റതെങ്കിൽ പോലും അവരതിന് ഉത്തരവാദികളല്ല. അവര് കേസ് നടത്താനും സുപ്രീം കോടതി വരെ പോകാനും എടുക്കുന്ന പൈസയും ഭക്തന്റെയാണ്. ടീച്ചർ, ഇവിടെ സ്വകാര്യ വ്യക്തികൾക്ക് ഈ ഭൂമി കൊടുക്കുന്നു, അതിന് കൂട്ടുനിൽക്കുന്നു. അതായത് സർക്കാരും ദേവസ്വം ബോർഡും അത്രത്തോളം ആസൂത്രിതമായ ഒരു നീക്കമാണ് നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡുകളുടെ ഭരണം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഭരണം ഭക്തർക്ക് ഏൽപ്പിക്കുക എന്നുള്ള ഒരു ആവശ്യം. പക്ഷെ ആവശ്യം സർക്കാരും ദേവസ്വം ബോർഡുകളും നിരാകരിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് നടത്താൻ കഴിയില്ല, ഇങ്ങനെ പങ്കിട്ടെടുക്കാൻ കഴിയില്ല, അല്ലേ? തീർച്ചയായും ഭക്തർക്ക് കൊടുത്തു. കാരണം ഇതിനോടൊരു മമത വേണം. ഇത് എന്റേതാണ് എന്നൊരു തോന്നൽ വേണം. അങ്ങനെ ഒരു തോന്നൽ ഒരിക്കലും ദേവസ്വം ബോർഡിനില്ല. അവർ വല്ലവരുടെയും മുതൽ കൈവശം വെച്ചിരിക്കുന്ന ഒരു ഭാവത്തിലാണ് അവർ നിൽക്കുന്നത്. കാരണം അവർ ഭക്തരായിക്കൊള്ളണം എന്നില്ല, ഭക്തിയുള്ളവരും ആകണ്ട. അതാത് കാലത്ത് 2 വർഷക്കാലം ഇരിക്കുമ്പോൾ കപ്പണ പെരക്കി ഊരണ കൈക്കോലി ലാഭം എന്ന് പറഞ്ഞിട്ട് ആ 2 വർഷം കൊണ്ട് എന്താണോ അവർക്ക് എടുക്കാൻ കഴിയുക അത് എടുക്കാനുള്ളൊരു ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മൾ നാട്ടിൻപുറത്തെ ക്ഷേത്രങ്ങളൊക്കെ നോക്കുക. ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇരിക്കുന്ന പേരുടെ ആധാരം പണയം വെച്ചിട്ടൊക്കെയാണ് പലരും ക്ഷേത്രങ്ങളുടെ നിർമ്മാണം നടത്തുന്നത്. അതിന്റെ സമ്പത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. കാരണം അത് അവനവന്റെയാണ്. ഇത് താൻ ഇരിക്കുന്ന കാലം അത് വളരെ ഭംഗിയായി നടക്കണം, അതിന്റെ കാര്യങ്ങളൊക്കെ നിർമ്മാണം കഴിയണം, അടുത്ത തലമുറ അത് പറയണം എന്നൊക്കെയുള്ള താല്പര്യത്തോടു കൂടി അവര് പിരിക്കാനാണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടും കടം വന്നാൽ അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് നാട്ടിൻപുറത്ത് എത്രയോ ക്ഷേത്രങ്ങളുടെ ശവപ്പറമ്പ് പോലെയല്ലേ കടന്നിരുന്നത്. കല്ലില്ലാതെ നശിപ്പിച്ച ക്ഷേത്രങ്ങള്, ഭൂപരിഷ്കരണം തകർത്തെറിഞ്ഞ ക്ഷേത്രങ്ങള്, ഇതൊക്കെ 10,000-കണക്കിന് ക്ഷേത്രങ്ങളാണ് കേരളത്തിൽ ജീർണോദ്ധാരണം ചെയ്തത്. ഇതൊന്നും പുറത്തുനിന്ന് പൈസ വന്നിട്ടല്ല. അപ്പൊ അവിടെ ഒരു മമത്വ ബോധമുണ്ട്. ഇത് എന്റെയാണ് എന്നുള്ളൊരു ബോധം അത് ചെയ്യുന്ന ഭക്തർക്കുണ്ട്. നേരെ മറിച്ച് ദേവസ്വം ബോർഡ് അധികാരികൾക്ക് അതില്ല.
അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം തുടരരുത് എന്ന് പറയുന്നത്. അത് ഭക്തരുടെ മുതൽ ഭക്തർ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ നേരെ തിരിച്ച് മുതലുണ്ടാക്കാനുള്ളവർ ഭക്തരും അത് നശിപ്പിക്കാൻ ദേവസ്വം ബോർഡും രാഷ്ട്രീയക്കാരും എന്ന ദുരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എത്രയോ ഒരു ഉദാഹരണമൊന്നുമല്ല, വൈക്കത്ത് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും അവസാനത്തെ എന്നേ പറയാൻ പറ്റുള്ളൂ. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ ഭൂമിയാണ് ഇത്തരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം, ശബരിമലയിലെ ദേവസ്വം അതിന്റെ കൊള്ളയാണെങ്കിലും കൊട്ടാരക്കരയിലെ പ്രസാദം അശുദ്ധമാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ശബരിമലയിലെ ആചാര ലംഘനമാണെങ്കിലും വൈക്കത്ത് അടക്കമുള്ള ക്ഷേത്രഭൂമികൾ, വൈക്കത്താകട്ടെ ഇരിങ്ങാലക്കുടയൊക്കെ ഹൈന്ദവ സംഘടനകൾ എത്ര കാലമാണ് കേസ് നടത്തിയതെന്ന് അറിയൂ. സർക്കാർ സംവിധാനമായ കോടതിയെ ഒഴിപ്പിക്കാനാണ് നമ്മൾ കേസ് നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കോടതികൾ ഒഴിപ്പിക്കാൻ കോടതിയിൽ കേസ് കൊടുക്കേണ്ടുന്ന ഒരു ദുര്യോഗം, അതിനുവേണ്ടി ആയിരങ്ങളോ പതിനായിരങ്ങളോ ചെലവഴിപ്പിക്കേണ്ടുന്ന ഒരവസ്ഥ. ഹൈന്ദവ സംഘടനകളുടെ നേതാക്കള് ഇതിന്റെ പേരിൽ പോലീസ് മർദ്ദനം വരെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മൂർക്കനാട് ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തെ അവിടെ അടിച്ചൊതുക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്. അവസാനം കോടതി അത് ക്ഷേത്രഭൂമിയാണെന്ന് വിധിച്ചു. അത് ഹൈന്ദവ സംഘടനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയല്ല, ക്ഷേത്രഭൂമിയാണെന്ന് വിധിച്ചാൽ ഇതിൽ ആർക്കും വീട്ടിൽ കൊണ്ടുപോകാനല്ല, അവരുടെ പേരിലേക്ക് ആക്കാനല്ല, ക്ഷേത്രത്തിനായി നിലനിർത്താൻ വേണ്ടിയാണ് ആ മർദ്ദനം സഹിച്ചതും അതിനുശേഷം പതിനായിരങ്ങൾ ചെലവഴിച്ചുകൊണ്ട് കേസ് നടത്തിയതും ഒക്കെ. അപ്പൊ ഇവിടെയൊക്കെ തന്നെ ഭക്തരെ ഒരു തരം ശത്രുഭാവത്തിൽ കണ്ടുകൊണ്ട് അവരെ എതിർച്ചേരിയിൽ നിർത്തിക്കൊണ്ട് അവരോടാണ് ദേവസ്വം ബോർഡ് പലപ്പോഴും യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദയനീയമായ അവസ്ഥ. അത് മാറണമെങ്കിൽ ക്ഷേത്ര ഭരണം ഭക്തരുടെ കൈകളിൽ തന്നെയായിരിക്കണം. അത് ഒരു ബന്ധമില്ലാത്ത ആളുകളുടെ കയ്യിലാവരുത്.